സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ക്ലാസ് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസും ലെസൺ വൈസും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെസൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പാർട്ടായിട്ട് കാണാം. Hello, welcome to my channel. So last class we were discussing about the Rutherford's model. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിട്ടുണ്ട് അടുത്ത പാട്ട് എടുക്കും. അതെന്താ വെച്ചാലേ എക്സാം ആയതുകൊണ്ട് കുറേ ആൾക്കാർ പല റിക്വസ്റ്റ് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർഗാനിക് കെമിസ്ട്രി എടുത്തു. ഇപ്പോൾ അത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞു ഫോക്കസ് ഏരിയ വെച്ചിട്ട് അറ്റോമിക് സ്ട്രക്ചർ ചെയ്യണം. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് പ്രത്യേകം പറയുന്നത് ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചേക്കരുത്. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് മനസ്സിലാവുക എന്നുള്ളതാണ്. ഫോക്കസ് ഏരിയ പഠിക്കുക, അതോടൊപ്പം ബാക്കിയുള്ള ടോപ്പിക്സും കൂടെ മനസ്സിലാക്കണം. കാരണം ഞാൻ എൻ്റെ ചാനലിൽ എല്ലാ വീഡിയോസും ഇടും. ഫോക്കസ് ഏരിയ ആയിട്ട് എടുക്കുന്നത് ഞാൻ ഫോക്കസ് ഏരിയ എന്ന് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്തിടും. കാരണം എൻട്രൻസ് ഉണ്ട്, നമുക്ക് മുന്നോട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ചെറിയൊരു ഏരിയ മാത്രം പഠിച്ചേച്ച് നിങ്ങൾ പോകരുത്. അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ലെസൺ. എല്ലാവരും ഈ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കും. ഒന്നുമല്ല, അത് മനസ്സിലാക്കി പഠിച്ചാൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കഴിഞ്ഞ തവണ റുതർഫോർഡ്സ് മോഡൽ പറഞ്ഞെങ്കിൽ ആ മോഡലിൽ കുറച്ച് ഡ്രോബാക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ക്ലാസ്സിൻ്റെ എൻഡിങ്ങിൽ. അപ്പോൾ എന്തൊക്കെയാണ് ആ മോഡലിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടാകാം. റൈറ്റ് ദി റുതർഫോർഡ്സ് മോഡൽ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഡ്രോബാക്സ് ചോദിച്ചാൽ നമുക്ക് അറിയേണ്ട. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും, നിങ്ങളത് നല്ലോണം മനസ്സിലാക്കിയിട്ട് എഴുതിക്കൊള്ളുക. പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട് മാക്സിമം നോട്ട്സ് എക്സ്പ്ലനേഷൻ സൈഡിൽ നോട്ട്സും കൂടെ പോസ്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് റുതർഫോർഡ്സിൻ്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മോഡലിനുള്ള പ്രോബ്ലം എന്തായിരുന്നു? റുതർഫോർഡ് പറഞ്ഞു സെൻട്രലി ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ, ഇലക്ട്രോൺസ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ അതിങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ മോഡൽ. At that time, a great scientist, his name is James Clerk Maxwell, അദ്ദേഹം ഒരു ഇലക്ട്രോമാഗ്നറ്റിക് തിയറി കൊണ്ടുവന്നു. നമ്മളത് പഠിക്കേണ്ട കേട്ടോ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനൊക്കെ ബേസ് ചെയ്ത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് തിയറി കൊണ്ടുവന്നു കേട്ടോ. ആര്? ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ. അങ്ങനെയാണല്ലോ, ഒരാളൊന്ന് കണ്ടുപിടിക്കുന്ന സമയത്ത് ബാക്കിയുള്ള കുറേ സയൻറ്റിസ്റ്റ് പല പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കും. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് നമുക്ക് മനസ്സിലാവുക, പഴയ തിയറിയുടെ എന്താണ് പ്രോബ്ലം എന്നൊക്കെയുള്ളത് മനസ്സിലാവും. അപ്പോൾ എന്താണ് Rutherford told that the electrons are revolving round the nucleus. അല്ലേ, അത്രയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആ സമയത്ത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് തിയറി കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ പ്രകാരം whenever a charged body is accelerating, it will emit radiation. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഒരു ചാർജ് ഉള്ള ബോഡി ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അത് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ മാക്സ്വെൽ എന്താ പറഞ്ഞിരിക്കും, നമ്മുടെ റുതർഫോർഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക, ദാറ്റ് മീൻസ് ദേ ആർ ആക്സിലറേറ്റിംഗ്. അങ്ങനെ ഇലക്ട്രോൺസ് പോകുമ്പം ജെയിംസ് ക്ലർക്ക് മാക്സ്വെലിൻ്റെ തിയറി പ്രകാരം എന്ത് ചെയ്യണം? ഇലക്ട്രോൺസ് ഇങ്ങനെ റേഡിയേഷൻസ് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കും. എനർജി, റേഡിയേഷൻ മീൻ എനർജി ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ കുറേ ഓടി, നമ്മൾ എനർജി തീരാനേ വാട്ട് വിൽ ഹാപ്പൻ? നമ്മളാകെ ക്ഷീണിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഓട്ടത്തിൻ്റെ സ്പീഡൊക്കെ കുറഞ്ഞു പിന്നെ നമ്മളങ്ങ് തളർന്നു പോകും. അതല്ലേ സംഭവിക്കുക? സെയിം മാക്സ്വെലിൻ്റെ തിയറി പ്രകാരമാണെങ്കിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ എമിറ്റ് ചെയ്ത് അതിൻ്റെ എനർജി കുറഞ്ഞു ഫൈനലി ഇറ്റ് വിൽ ഫെൽ ഇൻ ടു ദ ന്യൂക്ലിയസ്. അത് ന്യൂക്ലിയസിൽ വീണ് പോകും. അങ്ങനെയല്ലേ, നമ്മൾ ഓടി നമ്മൾ ആദ്യം ഫ്രണ്ടിലോടും, പിന്നെ നമ്മൾ എനർജി പോയി ലാസ്റ്റ് നമ്മൾ അവിടെ വീഴും അല്ലേ? അതേപോലെ വാട്ട് വിൽ ഹാപ്പൻ? ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ എനർജി കുറഞ്ഞു ലാസ്റ്റ് ഫൈനലി ഇറ്റ് വിൽ കൊലാപ്സ് ഇൻ ദ ന്യൂക്ലിയസ്. അങ്ങനെ എപ്പോഴെങ്കിലും നടക്കും. എല്ലാ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരുന്ന് ലാസ്റ്റ് ആ ഇലക്ട്രോൺ ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ അങ്ങ് വീണ് കഴിഞ്ഞാൽ ആറ്റം ഉണ്ടാവുമോ? ആറ്റം ഇല്ലെങ്കിൽ കാണുന്ന എന്തെങ്കിലും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുമോ? എല്ലാം അങ്ങ് തരിപ്പണമായി പോവില്ലേ? സോ ഫസ്റ്റത്തെ ആ ഒരു പോയിന്റ് തന്നെ അവിടെ എന്തായിപ്പോയി? റുതർഫോർഡിന് അത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഹി വാസ് നോട്ട് ഏബിൾ ടു എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് എൻ ആറ്റം. cannot explain the stability of an atom. ഫസ്റ്റത്തെ ഡ്രോബാക്ക് എന്താ? he was not able to explain the stability of an atom. എന്തുകൊണ്ട് പറ്റിയില്ല? According to James Clerk Maxwell, whenever a charged body is accelerating, it will continuously emit radiation. According to that,
Rutherford's model was telling that the electrons are revolving around the nucleus. As the electrons are revolving around the nucleus, it will emit radiation and finally it will collapse. But no such thing is happening. And ഒരിക്കലും നടക്കില്ല. ഒരിക്കലും ഒരു ഇലക്ട്രോണിൻ്റെ എനർജി കുറഞ്ഞിട്ട് അത് ന്യൂക്ലിയസിൽ വന്ന് കൊലാപ്സ് ചെയ്യത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. Second point, he was not able to explain the distribution of electron. Electrons കുറേ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു, പല ആറ്റത്തിൽ കുറേ ഇലക്ട്രോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. But he was not able to explain the arrangement of electrons. He was not able to explain the arrangement of electrons in എന്തെങ്കിലും arrangement ഉണ്ടോ, or how the electrons are distributed, arrangement അല്ലെങ്കിൽ distribution of electron, ഇതൊന്നും റൂദർഫോർഡിന് പറയാൻ പറ്റിയില്ല. So the main two drawbacks of Rutherford's model was that he was not able to explain the stability of an atom. Atom എങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു, നമ്മൾ എല്ലായിടത്തും ആറ്റം ഉണ്ടെന്ന്, അതെങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു, അത് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. സെക്കൻഡ് തിങ്, വാസ് നോട്ട് ഏബിൾ ടു എക്സ്പ്ലെയിൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെ ഈ ആറ്റത്തിനുള്ളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അവിടെ എവിടെയാണോ അല്ലെങ്കിൽ അതിന് പെർട്ടിക്കുലറായിട്ട്, അതൊന്നും ആർക്ക് പറയാൻ പറ്റിയില്ല, റൂദർഫോർഡിൻ്റെ മോഡലിന് പറ്റില്ല. ദിസ് വാസ് ദ മെയിൻ ടു ഡ്രോബാക്സ് ഓഫ് റൂദർഫോർഡ്സ് മോഡൽ. അപ്പോൾ ഒരാളുടെ മോഡലിന് ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ നമ്മൾ പുതിയ മോഡലിലേക്ക് പോകണമല്ലോ. അപ്പോൾ ഈ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് റൂദർഫോർഡ് ഒരു മോഡൽ കണ്ടുവെച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട് റൂദർഫോർഡിൻ്റെ മോഡൽ അല്ല. പിന്നെയും സയൻറ്റിസ്റ്റുകൾ ഇതിൻ്റെ മുകളിൽ പഠിച്ചുകൊണ്ടിരിക്കും, വേറെ എന്തെങ്കിലും ഉണ്ടോ കൂടുതൽ. ആ സമയത്ത് അങ്ങനെ കുറേ സയൻറ്റിസ്റ്റുകളും പല പല തിയറീസൊക്കെ വന്നു. അങ്ങനെയാണ് എന്തായത്, പുതിയൊരു ആറ്റത്തിനൊരു മോഡൽ കൊണ്ടുവന്നത്. ഇൻ ബിറ്റ്വീൻ കുറേ സയൻറ്റിസ്റ്റുകൾ ഇതിൻ്റെ മുകളിൽ വർക്ക് ചെയ്ത് അവരൊക്കെ കൂടെ പോയിന്റ്സ് എടുത്തിട്ടായിരിക്കും ഇനി വരുന്ന സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, മോഡൽസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണ് നീൽ ബോർ എന്ന് പറയുന്ന ബോർ മോഡൽ ഓഫ് ആറ്റം വരുന്നത്. ഇതാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ റൂദർഫോർഡ്സ് മോഡലും തോംസൺസ് മോഡലൊക്കെ ഉണ്ട്. അങ്ങനെ ബോറിൻ്റെ മോഡലും പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ബോറിൻ്റെ മോഡൽ പഠിക്കുന്നതിൻ്റെ അതിൻ്റെ മുന്നേ കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ ബോറിൻ്റെ മോഡൽ വരാൻ? സോ ദർ ആർ മെയിൻലി ടു റീസൺസ്, മെയിൻലി രണ്ട് ഡെവലപ്മെൻ്റ് ആണ് ബോറിൻ്റെ മോഡൽ വരാൻ കാരണമായത്. അതായത് ബോറിനൊരു പുതിയ മോഡൽ കൊണ്ടുവരാൻ സഹായിച്ചതായ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയായിരുന്നു വെച്ചാൽ, ഒന്ന് ഡ്വൽ ക്യാരക്ടർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അതായത് ഡെവലപ്മെൻറ്റ് ലീഡിങ്, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ, ഡെവലപ്മെൻറ്റ് ലീഡിങ്. എന്തിൻ്റെ കാരണം കൊണ്ടാണ് നീൽ ബോറിനൊരു പുതിയ മോഡൽ കൊണ്ടുവരാൻ പറ്റിയത്? ഡെവലപ്മെൻറ്റ് ലീഡിങ് ടു ബോർ മോഡൽ ഓഫ് ആറ്റം. ഒന്നെന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ്, ഡ്വൽ ക്യാരക്ടർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എന്താണെന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. ഡ്യുവൽ ക്യാരക്ടർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സ് റിഗാർഡിങ് ആറ്റോമിക് സ്പെക്ട്ര. അങ്ങനെ നമ്മൾ എന്ത് പറഞ്ഞു, റൂദർഫോർഡിൻ്റെ മോഡലിൽ ഡ്രോബാക്ക് ഉണ്ട്, അങ്ങനെ പുതിയൊരു മോഡൽ വരാൻ പോവുകയാണ് നീൽ ബോറിൻ്റെ. പക്ഷേ ഈ നീൽ ബോർ പെട്ടെന്നൊരു ദിവസം ഞാൻ പുതിയ മോഡൽ കണ്ടുപിടിച്ചെന്നില്ല. അദ്ദേഹത്തിന് ഈ മോഡലിലേക്ക് എത്തിപ്പെടാൻ മെയിനായിട്ട് രണ്ട് റീസൺസ് ഉണ്ടായി. ഒന്നെന്ന് പറഞ്ഞാൽ ഡ്യുവൽ ക്യാരക്ടർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് കണ്ടുപിടിച്ചു. സെക്കൻഡ് വൺ എക്സ്പെരിമെൻ്റൽ റിസൾട്ട് റിഗാർഡിങ് ആറ്റോമിക് സ്പെക്ട്ര. ഈ രണ്ട് കോൺസെപ്റ്റും കിട്ടിയ സമയത്ത് അദ്ദേഹം അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് പുതിയൊരു മോഡൽ കൊണ്ടുവന്നത്. സോ ദ ഡെവലപ്മെൻറ്റ് ലീഡിങ് ടു ബോർ മോഡൽ ഓഫ് ആറ്റം വാസ് ഡ്യുവൽ ക്യാരക്ടർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആൻഡ് എക്സ്പെരിമെൻ്റൽ റിസൾട്ട് റിഗാർഡിങ് ആറ്റോമിക് സ്പെക്ട്ര. ഈ രണ്ട് കാര്യങ്ങൾ വേറെയും കുറേ ആൾക്കാർ കണ്ടുപിടിച്ചപ്പോഴാണ് ബോറിന് ഈ ഒരു മോഡലിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ ഡ്യുവൽ ക്യാരക്ടർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. എന്താ പഠിക്കാൻ പോകുന്നത്? ഡ്യുവൽ ക്യാരക്ടർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പോൾ നമ്മൾ ഈ ഡ്യുവൽ ക്യാരക്ടർ എന്നൊക്കെ പഠിക്കുന്നതിൻ്റെ മുന്നേ ആദ്യം നമ്മൾ എന്ത് പഠിക്കണം? എന്താണ് ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റാണ്. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ? എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ? അപ്പം നമ്മൾ ആദ്യം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്താണെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഡ്യുവൽ ക്യാരക്ടറിലേക്ക് പറയാം കേട്ടോ. അപ്പോൾ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ? അതും നമ്മുടെ ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഒരു ആക്സിലറേറ്റിംഗ് ബോഡി, അതൊരു ചാർജ്ഡ് ബോഡി ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത്
ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അതായത് ഒരു ചാർജ്ഡ് ബോഡി ആക്സിലറേറ്റ് ചെയ്യണ സമയത്ത് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് റേഡിയേഷൻസ് അല്ലേ, ഇറ്റ് വിൽ പ്രൊഡ്യൂസ് റേഡിയേഷൻ. അതായത് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അതായത് ഒരു ചാർജ് ബോഡി ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അങ്ങനെയുള്ള റേഡിയേഷൻസിന് നമ്മൾ എന്ത് പറയും? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്. അപ്പോൾ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ? ദാറ്റ് ഈസ് when a charged body is accelerating, it will produce both electric and magnetic field, electric field and magnetic field which are perpendicular to each other and which are perpendicular to the direction of propagation of wave, direction of propagation of wave. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു ചാർജ് ബോഡി ആക്സലറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് റേഡിയേഷൻസ് വന്നല്ലോ. ദാറ്റ് ഈസ് എ ചാർജ് ബോഡി ഈസ് ആക്സലറേറ്റ്, ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഇലക്ട്രിക്കും മാഗ്നറ്റിക് ഫീൽഡും രണ്ടും ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യും. ബട്ട് ബോത്ത് ആർ perpendicular to each other and perpendicular to the direction of propagation. ഡയറക്ഷൻ, അതായത് ഒരു വേവ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യല്ലോ, ആ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ള റേഡിയേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്. അപ്പോൾ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആർ ദോസ് റേഡിയേഷൻ വിച്ച് ആർ ഹാവിംഗ് ബോത്ത് electric and magnetic field which are perpendicular to each other and perpendicular to the direction of propagation. നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പിക്ചർ ഇവിടെ കാണുന്നുണ്ടല്ലോ. കാരണം ഞാനത് വരച്ച് അത്ര ബ്യൂട്ടിഫുൾ ആവില്ല, അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. സോ അവിടെ നിങ്ങൾ കാണാം എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അവർ രണ്ടാളും പെർപെൻഡിക്കുലർ ആണ്. അതോടൊപ്പം അവർ പ്രൊപ്പഗേഷൻ ഓഫ് വേവിന്, അതായത് ഏത് ഡയറക്ഷനിലാണ് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ പ്രൊപ്പഗേഷനിലും അത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നത്. പിന്നെ ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എന്താണെന്ന് ഞാൻ നോട്ട്സ് തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കൊണ്ടു കേട്ടോ. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഡസ് നോട്ട് റിക്വയേഴ്സ് എ മീഡിയം ടു ട്രാവൽ. അവർക്കൊരു മീഡിയം വേണ്ട ട്രാവൽ ചെയ്യാൻ. ദേ ക്യാൻ ട്രാവൽ ഇൻ വാക്യൂം. അവർക്ക് എന്താവശ്യമില്ല? ദേ ഡസ് നോട്ട് റിക്വയേഴ്സ് എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. അവർക്ക് വാക്യൂത്തിലൊക്കെ അവർക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആർ ദോസ് റേഡിയേഷൻ വിച്ച് ആർ ഹാവിംഗ് ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് which are perpendicular to each other and also to the direction of propagation. Second one, they do not require a medium to propagate. അവർക്ക് മീഡിയം വേണമെന്നില്ല. They can travel in space. നമ്മുടെ സൺസ് റേ, സണ്ണിൻ്റെ റേ നമ്മുടെ അടുത്തേക്ക് എത്തുന്നുണ്ടല്ലോ, അതിന് എന്തെങ്കിലും മീഡിയം ഉണ്ടായിട്ടാണോ? ദേ ആർ മൂവിങ് ത്രൂ സ്പേസ്. സൺസ് റേ ഈസ് എൻ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഗാമ റേസ്, എക്സ് റേസ്, ഇതൊക്കെ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്. പിന്നെ third point, the electromagnetic radiations will travel in space with a velocity of light. ലൈറ്റിൻ്റെ വെലോസിറ്റി ഫിസിക്സിൽ ഒരു 100 തവണ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇൻ വാക്യൂത്തിലാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ക്യാൻ ട്രാവൽ ഇൻ വാക്യൂം. ഏത് വെലോസിറ്റിയില്ല? ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. എത്രയാണ് വെലോസിറ്റി ഓഫ് ലൈറ്റ്? 3 × 10⁸ meter per second. Velocity of light is represented by c. അപ്പോൾ 3 പോയിന്റ് കിട്ടിയല്ലോ. വാട്ട് ആർ ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്? സിമ്പിളായിട്ട് 2 മാർക്ക് ഇപ്പം തന്നെ നമുക്ക് വാങ്ങിക്കാം. എന്തൊക്കെയാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആർ ദോസ് റേഡിയേഷൻസ് വിച്ച് ആർ ഹാവിംഗ് ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആൻഡ് വിത്ത് ദ പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. 1 point. Second point, they do not require a medium for propagation. Third point, the electromagnetic radiation travel in vacuum at a speed of velocity of light, that is 3 × 10⁸ meter per second. പഠിച്ചില്ലേ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്താ? ഇത്ര ഉള്ളായിരുന്നില്ലേ ടെക്സ്റ്റിൽ? ഈശ്വരാ എന്തൊക്കെയൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഒന്നുമില്ല എന്നുള്ളത്. സോ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ മനസ്സിലായി, ഇത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സും മനസ്സിലായല്ലോ.
അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡ്യുവൽ ക്യാരക്ടർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. എന്താ ഡ്യുവൽ ക്യാരക്ടർ? ഡ്യുവൽ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായി, രണ്ട് അല്ലേ, രണ്ട് ഡ്യുവൽ ക്യാരക്ടർ. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന് രണ്ട് സ്വഭാവമുണ്ട്. ഏതൊക്കെയാണെന്നറിയാം? ഒന്ന് വേവ് നേച്ചർ, വേവുകളെ പോലെ, ഒന്ന് പാർട്ടിക്കിളിനെ പോലത്തെ സ്വഭാവമുണ്ട്. അപ്പോൾ ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. അതാണ് ബോറിന് ആ ഒരു ബോർ മോഡൽ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ഒരു പോയിന്റ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ രണ്ട് ക്യാരക്ടർ ഉണ്ടെന്ന് പറയുന്നത്. ഡ്യുവൽ ക്യാരക്ടറായ ഒന്ന് വേവ് നേച്ചറും ഒന്ന് പാർട്ടിക്കിൾ നേച്ചറും. അപ്പോൾ എന്താണ് ആദ്യം വേവ് നേച്ചർ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ വേവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ വേവ് ക്യാരക്ടേഴ്സ് ആട്ടോ. നിങ്ങൾക്കറിയാം ഒരു വേവ് അല്ലേ, ഇത് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചതാട്ടോ, ഞാനിത് പറയേണ്ട ആവശ്യമേ ഇല്ല, ബട്ട് നമ്മുടെ ടോപ്പിക്കിലുള്ളത് കൊണ്ട് ഞാൻ പറയാണ്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ വേവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ? നമ്മൾ വേവ് ആദ്യം നമ്മൾ പറയാൻ പോവുകയാണ്, ദേ ഹാവ് എ വേവ് ലെങ്ത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് വേവ് ലെങ്ത് ഓഫ് എ വേവ്? എന്താണ്? നിങ്ങൾ തന്നെ ഇപ്പം ആൻസർ പറഞ്ഞിട്ടുണ്ടാകും, കാരണം എല്ലാവർക്കും അറിയാം, നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ട് വേവ് നേച്ചറും വേവ് ലെങ്ത്തും ഒക്കെ. എന്താ വേവ് ലെങ്ത്? Wavelength is defined as the distance between two consecutive troughs and crust. എന്താല്ലേ ട്രഫും ക്രസ്റ്റ് എന്നൊക്കെ പറയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദ ഹയസ്റ്റ് പീക്കിൽ ഇങ്ങനെയുള്ളതിനെ നമ്മൾ ക്രസ്റ്റ് എന്നും ഇങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറയും? ട്രഫ് എന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ക്രസ്റ്റ്, ട്രഫ് പഠിച്ചിട്ടുണ്ടോ അല്ലേ? So wavelength means the distance, the consecutive distance between two crust or trough. രണ്ട് കോൺസിക്യൂട്ടീവ്, ഇതിൽ ഡെപ്തിലൊക്കെ ഡെഫിനിഷൻസ് ഉണ്ട് കേട്ടോ, നമുക്ക് അത്രയൊന്നും വേണ്ട, നമ്മുടെ കെമിസ്ട്രിയിൽ നോക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിലുള്ളത് മതി. സോ ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ദ പീക്ക് ഓഫ് ദ വേവ് അല്ലേ, ഇതിൻ്റെ ട്രഫ് ആണെന്നുള്ള അറിയാം. സോ what is meant by wavelength? Wavelength is the distance between two consecutive crust or trough which is represented, ഭയങ്കരമാണ്, എന്താ വെച്ചാൽ ഇതിൽ നിന്ന് ന്യൂമറിക്കൽ പ്രോബ്ലം വരാറുണ്ട്. represented by the letter lambda. എന്താണ് വേവ് ലെങ്ത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുക? ലാംഡയിലാണ്. നമുക്ക് വേവ് ലെങ്ത്ത് അധികവും മീറ്ററിലാണ് എക്സ്പ്രസ് ചെയ്യുക. ഇൻ സംടൈംസ് വി വിൽ എക്സ്പ്രസ് ഇൻ സെൻറ്റിമീറ്റർ ഓർ നാനോമീറ്ററിലൊക്കെ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. സോ വാട്ട് ഈസ് മെൻ ബൈ വേവ് ലെങ്ത്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നെയ്ബറിംഗ് crust or trough and it is represented by lambda. അത്ര മതി നമുക്ക് കേട്ടോ. ഇനി അടുത്തത് എന്താണ്? ഫ്രീക്വൻസി. സെക്കൻഡ് ടേം ഇസ് ഫ്രീക്വൻസി. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു റിഫ്രഷ്മെൻറ്റ്, ബിക്കോസ് ഓൾറെഡി യു ഹാവ് ലേൺ ഇൻ യുവർ ഫിസിക്സ് ക്ലാസ് ഇൻ ഡീറ്റെയിൽ. എന്നെങ്ങാട് അസലായിട്ട് ഫിസിക്സ് ടീച്ചർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് മെൻ ബൈ ഫ്രീക്വൻസി? ദ നമ്പർ ഓഫ് വേവ്സ് പാസിംഗ് ത്രൂ എ പോയിന്റ് ഇൻ 1 second അല്ലേ? എത്ര വേവ്സ് ഒരു പെർട്ടിക്കുലർ പോയിന്റിലൂടെ ഒരു സെക്കൻഡിൽ മൂവ് ചെയ്യുന്നു, അതാണ് ആ വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് വേവ്സ് പാസിംഗ് ത്രൂ എ പോയിന്റ് ഇൻ 1 second ഇസ് നോൺ ആസ് ഫ്രീക്വൻസി ആൻഡ് ഇറ്റ് ഇസ് റെപ്രസെൻറ്റഡ്. എങ്ങനെയാണ് നിങ്ങൾ ഫ്രീക്വൻസി റെപ്രസെൻറ്റ് ചെയ്ത്? ഇറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ന്യൂ അല്ലേ? ന്യൂ എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് ലെറ്റർ വെച്ചിട്ടാണ് യു റെപ്രസെൻറ്റഡ് ദിസ് ഫ്രീക്വൻസി. സോ വാട്ട് ഈസ് മെൻ ബൈ ഫ്രീക്വൻസി ഓഫ് എ വേവ്? ഫ്രീക്വൻസി ഓഫ് എ വേവ് ഇസ് ഡിഫൈൻഡ്, ഓർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദി നമ്പർ ഓഫ് വേവ്സ് പാസിംഗ് ത്രൂ എ പോയിന്റ് ഇൻ 1 second. ഒരു സെക്കൻഡിൽ ഒരു പോയിന്റിലൂടെ എത്ര വേവ്സ് പാസ് ചെയ്യുന്നുണ്ടോ അതാണ് ആ വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ വേവ് ലെങ്ത് പഠിച്ചു, ഒരു ലെങ്ത് ആണല്ലേ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് crust or trough is known as wavelength, which is represented by the letter lambda, and frequency is defined as the number of waves passing through a point in 1 second. മനസ്സിലായല്ലോ? അടുത്തത് what is meant by velocity? Velocity of a wave. എന്താണ് velocity of a wave? It is the distance traveled by a wave in 1 second. ഒരു സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് ഒരു വേവ് ട്രാവൽ ചെയ്യുന്നു അതാണ് അതിൻ്റെ velocity. The distance traveled by a wave in 1 second. The distance traveled by a wave in 1 second is known as velocity. Velocity of electromagnetic radiation in vacuum എന്താണ്? വാക്യൂമിൽ 3 × 10⁸ m/s, അതായത് ലൈറ്റിൻ്റെ വെലോസിറ്റി ആണ്. ഇനി എങ്ങനെ നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കും? ദ വെലോസിറ്റി ഇസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, വെലോസിറ്റി ഇസ് റെപ്രസെൻറ്റഡ് ബൈ v is equal to nu lambda. v is equal to nu lambda. വാക്യൂം നമുക്കറിയാം വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്
in vacuum is the velocity of light, or c is equal to nu lambda എന്നും എഴുതാം. c എന്ന് പറഞ്ഞാൽ velocity of light, that is equal to nu. ഇനി ഇത് എന്തിലാ എക്സ്പ്രസ് ചെയ്യുക? വെലോസിറ്റി is expressed in frequency. നമ്മൾ പറഞ്ഞു frequency is expressed in hertz ആണ് കേട്ടോ. frequency is expressed in hertz ആണ്. velocity is expressed in meter per second. അപ്പോൾ വേവ് ലെങ്ത്, ഫ്രീക്വൻസി, വെലോസിറ്റി പഠിച്ചു. ഇനി അടുത്തത് വേവ് നമ്പർ. എന്താണ് വേവ് നമ്പർ? It is the number of waves per unit length. Number of waves per unit length is known as wave number. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. It is usually represented by nu bar, and the wave number is equal to reciprocal of wavelength. വേവ് ലെങ്ത്തിൻ്റെ റെസിപ്രോക്കലിന് ഈക്വൽ ആണ് എന്ത്? വേവ് നമ്പർ. ഇത്രയും കാര്യം മനസ്സിലാവുന്നുണ്ടോ? ന്യൂ ബാർ ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് വേവ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അത് എപ്പോഴും എവിടെയെങ്കിലും നോക്കുമ്പോൾ എപ്പോഴും വേവ് നമ്പർ എന്ന് പറയുന്നത് വേവ് ലെങ്ത്തിൻ്റെ റെസിപ്രോക്കലാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, വേവ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ ഈ വേവ് ക്യാരക്ടർ പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെ പഠിച്ചു നമ്മൾ? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എന്താ പറഞ്ഞു, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഇവിടെ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, വെലോസിറ്റി നമ്മൾ പറഞ്ഞല്ലോ. ദ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇൻ വാക്യൂം ഇസ് ഈക്വൽ ടു ദി വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ഈ വെലോസിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മീഡിയം ഇൻ വിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ട്രാവൽ. ഏത് മീഡിയത്തിലാണ് അത് ട്രാവൽ ചെയ്യുന്നത് അതിനനുസരിച്ച് അതിൻ്റെ വെലോസിറ്റിയിൽ ചേഞ്ച് വരും. ബട്ട് ഇൻ വാക്യൂം the velocity is always the velocity, അതായത് സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ സെയിം വെലോസിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞാൽ. അപ്പോൾ എന്താ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് പറഞ്ഞു, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഇത് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ ഡ്യുവൽ ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അതിലെ ഫസ്റ്റിലെ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അതിന് വേവ് ലെങ്ത് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, എന്താണ് വേവ് നമ്പർ, എന്താണ് വെലോസിറ്റി എന്നൊക്കെ പറഞ്ഞു. മനസ്സിലായല്ലോ? നമ്മളിപ്പോഴും പാർട്ടിക്കൽ നേച്ചറിലേക്ക് പോകാനായില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എന്ത് പറഞ്ഞത്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ വേവ് ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ പറഞ്ഞു. ഇനി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഞാൻ പറഞ്ഞു ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്. പല ടൈപ്പ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഉണ്ട്. ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് അവരുടെ വേവ് ലെങ്ത്തിലും ഫ്രീക്വൻസിയിലും, അതായത് പരസ്പരം ഒരു റേഡിയേഷനും മറ്റു റേഡിയേഷനും തമ്മിൽ അതിൻ്റെ വേവ് ലെങ്ത്തിലും ഫ്രീക്വൻസിയിലൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? അതുകൊണ്ടാണല്ലോ പല ടൈപ്പ് ഓഫ് റേഡിയേഷൻസ് വരുന്നത്. അപ്പോൾ ഈ ഹോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആർ അറേഞ്ച്ഡ് in the increasing order of their wavelength and decreasing order of their frequency, and that whole range of electromagnetic radiations are known as electromagnetic spectrum. അയ്യോ എന്തൊക്കെയാ അപ്പം മിസ്സ് പറഞ്ഞു അല്ലേ? ഒന്നും പറഞ്ഞിട്ടില്ല. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്താ? ഞാൻ പറഞ്ഞു ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആർ അറേഞ്ച്ഡ്. എങ്ങനെ അറിയാം? ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദിയർ വേവ് ലെങ്ത്, അവരുടെ വേവ് ലെങ്ത്തിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ഓർ ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദിയർ ഫ്രീക്വൻസി. ദാറ്റ് ഹോൾ റേഞ്ച് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആർ നോൺ ആസ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദിയർ വേവ് ലെങ്ത് or decreasing order of their frequency. The whole range of electromagnetic radiations are known as ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. അതായത് എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനും അവരെ വേവ് ലെങ്ത്തിൻ്റെ ഇൻക്രീസിങ് ഓർഡർ അല്ലെങ്കിൽ ഫ്രീക്വൻസിൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഹോൾ റേഞ്ച് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയും. ആ ഒരു സ്പെക്ട്രത്തെ നിങ്ങളിവിടെ കാണാം. അതിലേതൊക്കെ റേഡിയേഷൻസ് ഉണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ആ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ കാണുന്നില്ലേ? കോസ്മിക് റേസ്, ഗാമ റേസ്, എക്സ് റേസ്, പിന്നെ ആരൊക്കെയാണ് കാണുന്നത്? UV റേസ്, പിന്നെ അതിൻ്റെ നടുക്കൊരു കുഞ്ഞായിട്ട് ഒരാളെ കാണുന്നില്ലേ? വിസിബിൾ സ്പെക്ട്രം, പിന്നെ എന്ത് കണ്ട് IR, മൈക്രോവേവ്, പിന്നെ റേഡിയോ വേവ്സ്, അതൊക്കെ കാണുന്നുണ്ട്. അവരൊക്കെ എന്തിൻ്റെ ബേസിൽ അറേഞ്ച് ചെയ്യുന്നത്? അവരുടെ വേവ് ലെങ്ത്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അല്ലെങ്കിൽ അവരുടെ ഫ്രീക്വൻസിൻ്റെ ഡിക്രീസിങ് ഓർഡറിലാണ് ആ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഉള്ളത്. ഇതിൻ്റെ നടുവിലൊരു വിസിബിൾ റീജിയൻ ഉണ്ടല്ലോ, അതെന്താണ്? ദിസ് ഈസ് ദ ഓൺലി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ദാറ്റ് ഈസ് വിസിബിൾ. നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ് ഏത് വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത് കാണിക്കുന്നത്. ഇനി ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി തന്നെ എല്ലാവർക്കും ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ആണെങ്കിലും ദീസ് ഓൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ട്രാവൽ ഇൻ വാക്യൂം അറ്റ് എ സ്പീഡ് ഓഫ് 3 × 10⁸ meter per second, that is velocity of light. ഈ ഏത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസും
വാക്യൂത്തിൽ അവരുടെ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. പിന്നെ മീഡിയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയുമാണ് നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രവും പറഞ്ഞത്. ഇനി ലിമിറ്റേഷൻസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറി. അപ്പോൾ ഇത്രയും നേരം ഞാൻ നമ്മൾ പറഞ്ഞു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് വേവ് ആണ്, വേവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നുണ്ട്. വെറും വേവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമാണോ കാണിക്കുന്നത് എന്നുള്ളതായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ വേവ് തിയറി, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറി വെച്ചത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന് വേവ് നേച്ചർ മാത്രമാണെന്നുള്ള കൺസെപ്റ്റ് വെക്കുകയാണെങ്കിൽ അതിന് കുറേ കോൺസെപ്റ്റ്സ്, അതായത് പല കാര്യങ്ങൾ അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഫിസിക്സിൽ പഠിച്ചിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യില്ല കേട്ടോ. ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, അതൊക്കെ ഈ വേവ് തിയറി വെച്ചിട്ട് ഈസി, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ വേവ് തിയറി വെച്ചിട്ട് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് എങ്ങനെ ഡിഫ്രാക്ഷൻ നടക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇൻ്റർഫറൻസ് നടക്കുന്നു എന്നൊക്കെയുള്ള കോൺസെപ്റ്റൊക്കെ ഈ വേവ് തിയറി ഓഫ് ഇലക്ട്രോമാഗ്നറ്റ്, ഈ എല്ലാ ലൈറ്റുകളും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണല്ലോ. അപ്പോൾ ഈ ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ്? ലൈറ്റ് റേസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ വേവ് തിയറി വെച്ചിട്ട് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് ദർ ആർ മെനി കോൺസെപ്റ്റ് വിച്ച് കനോട്ട് ബി എക്സ്പ്ലെയിൻ വിത്ത് ദ വേവ് തിയറി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന് വേവ് നേച്ചർ മാത്രമാണെന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ഡ്രോബാക്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറി? അതായത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന് വേവ് നേച്ചർ മാത്രമാണെന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലേ പറയത്തുള്ളൂ കേട്ടോ. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, വേരിയേഷൻ ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ലൈൻ സ്പെക്ട്രം ഓഫ് ആറ്റംസ് വിത്ത് റെഫറൻസ് ടു ഹൈഡ്രജൻ. ഇതൊക്കെ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതൊക്കെ ഈ ഓരോ പ്രോപ്പർട്ടീസും നമുക്ക് ഈ വേവ് തിയറി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, വേരിയേഷൻ ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ്സ് ആൻഡ് ദ ലൈൻ സ്പെക്ട്രം ഓഫ് ആറ്റം വിത്ത് റെഫറൻസ് ടു ഹൈഡ്രജൻ. ഈ കാര്യങ്ങളൊന്നും വേവ് തിയറി വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ എന്ത് നേച്ചർ വരണം? പാർട്ടിക്കിൾ നേച്ചർ. അപ്പോൾ അവിടെ നിന്ന് എന്ത് മനസ്സിലാക്കണം? ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന് വേവ് നേച്ചർ മാത്രമല്ല പാർട്ടിക്കിൾ നേച്ചറും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് അത് ഇതുപോലത്തെ കുറേ സ്വഭാവങ്ങൾ കാണിക്കുന്നത്. അതായത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, വേരിയേഷൻ ഓഫ് ഹീറ്റ് കപ്പാസിറ്റി, ലൈൻ സ്പെക്ട്രം, ഇതൊക്കെ അതിന് പാർട്ടിക്കിൾ നേച്ചർ ഉള്ളത് കൊണ്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മുറുകെ പിടിക്കുക ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെന്ന് വെച്ചിട്ട് കാര്യമില്ല. അതിന് ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല വേവ് തിയറി വെച്ചിട്ട്. അങ്ങനെയാണ് പുതിയ നമ്മൾ ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ്. അപ്പോൾ ആദ്യം അത് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്താണെന്നൊക്കെ ഉള്ളത് പഠിക്കണം. നമ്മൾ നെക്സ്റ്റ് ക്ലാസ് പഠിച്ചത് ഇന്ന് ഇത്രയും മാത്രം പഠിക്കൂ. ഇന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യത്തിനുള്ളതായി എന്തൊക്കെ പഠിച്ചു എന്ന് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതൊക്കെ 2 മാർക്കിനൊക്കെ ചോദിക്കാം. പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്താണെന്ന് ചോദിക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഫ്രീക്വൻസി ഒക്കെ വെച്ചുള്ള ചെറിയ പ്രോബ്ലം 1 മാർക്കിന് ചോദിക്കാം. പിന്നെ ഡ്രോബാക്ക് ഓഫ് റൂദർഫോർഡ് മോഡൽ. അപ്പോൾ ഇന്ന് ഇത്രയും പഠിച്ചാൽ മതി. നാളെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻസും മാക്സ് പ്ലാങ്കിൻ്റെ ഒരു ക്വാണ്ടം തിയറിയും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്പീഡിൽ എൻ്റെ കൂടെ പഠിച്ചോളൂ. ഞാൻ പോർഷൻസ് ഇടാൻ കുറച്ച് ലാഗ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇടുന്നതിനനുസരിച്ച് നിങ്ങൾ പഠിക്കാൻ ഞാൻ എപ്പോഴും പറയും, എൻ്റെ ചാനൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് കേട്ടോ. കാരണം യൂട്യൂബിൽ നിറച്ച് കെമിസ്ട്രി ചാനൽസ് ഉണ്ട്. അപ്പം അവരുടെയൊക്കെ കണ്ടു നോക്കുക. കാരണം എന്താ വെച്ചാൽ ഇത് മാത്രം ഇരുന്നാൽ നിങ്ങൾ തീരത്തില്ല. അപ്പം നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് അതോടൊപ്പം ഞാനിടുന്ന ടോപ്പിക്കും കൂടെ കണ്ടോളുക. മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എൻ്റെയും കൂടെ സിറ്റുവേഷൻ കൊണ്ടാണ് എനിക്ക് എല്ലാം കൂടെ പറ്റാത്തത്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാൻ, മനസ്സിലാത്ത കാര്യമൊക്കെ മനസ്സിലിട്ടോളൊക്കെ. താങ്ക് യു.